നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ MLA വോട്ട് ചെയ്യാനെത്തി 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചെത്തി. ഈ വിഷയത്തിൽ മലയാളി വാർത്തയോട് പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. പുരുഷന്മാരെ ഇവിടെ തേജോവധം ചെയ്യുകയാണെന്നും വ്യാജ പരാതികളുടെ മുനയൊടിഞ്ഞുവെന്നും ജനം ആരവത്തോടെയാണ് രാഹുൽ മങ്കൂട്ടത്തിലിനെ സ്വീകരിച്ചതെന്നും മാത്രമല്ല കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിനകത്തുള്ളവർ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിലെ ശത്രുക്കളെന്നും അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. രാഹുൽ മങ്കൂട്ടത്തില് ഇപ്പോ തിരിച്ചെത്തിയിരിക്കുകയാണ്, വോട്ട് ചെയ്യാൻ എത്തി, ആ ഒളിവ് ജീവിതമൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ എന്താണ് പറയാനുള്ളത്? രാഹുൽ മാങ്കൂട്ടം വന്നപ്പോ അവിടെ ജന ആരവം എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടല്ലോ. അത്രയും വലിയ ഇവിടെ പ്രതിഷേധം നടക്കും, ഭൂകമ്പം നടക്കും എന്നൊക്കെ പറഞ്ഞെടുത്തുനിന്ന് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ നടുവിൽ കൂടി അവരുടെ ആഹ്ലാദ പ്രകടനത്തിൽ കൂടിയാണ് അദ്ദേഹം പോയി വോട്ട് ചെയ്തത്. അത് നമ്മളെല്ലാവരും കണ്ടു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പോ ഇതാണ് നമ്മുടെ ഈ വ്യാജ പരാതികളുടെ മുനയൊടിഞ്ഞു പോകുന്നു എന്ന് പറയുന്നതിന്റെ കാരണം. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു, 2 കേസിലും ജാമ്യം കൊടുത്തു. രണ്ടാമത്തെ കേസിൽ കോടതി തന്നെ പറഞ്ഞു ഇതൊരു വ്യാജ പരാതിയുടെ ഒരു എന്താ പറയാ തെളിവുകളില്ല എന്നുള്ള കാര്യങ്ങൾ കോടതി തന്നെ പരാമർശിച്ചു കഴിഞ്ഞു. അപ്പൊ അതിൽ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാം ഇന്ന് ഏതൊക്കെ പുരുഷന്മാരെ ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇത് വളരെയധികം നമ്മുടെ കേരളത്തിന് തന്നെ ഒരു നാണക്കേട് തന്നെയാണ്. കാരണം സ്ത്രീകൾ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഓരോ പരാതികളുമായിട്ട്, അത് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇവരെ വെച്ച് കളിക്കുന്ന കുറെ രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ യഥാർത്ഥം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഈശ്വറിനെ ഇപ്പൊ ജയിലിലിട്ടിരിക്കുകയാണ് ഇതേ വിഷയത്തിൽ. ഇവിടെ രാഹുൽ ഈശ്വർ ഒരാളിനെയും ബലാത്സംഗം ചെയ്തില്ല, ഒരു തല്ലുകൂടാൻ പോയില്ല, ഒരാളിനെയും കൊന്നില്ല, ഒരു കേസും പ്രതിയല്ലാത്ത ഒരാള് തെളിവുകളുടെ അടിസ്ഥാനം പോലും ഇല്ലാതെയാണ് അദ്ദേഹത്തെ ഇപ്പൊ 13 ദിവസമായിട്ട് ജയിലിലിട്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പൊ ഈ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പുരുഷനെ ഏതൊരു പെണ്ണ്, കാര്യം ഇപ്പൊ കോടതി തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കുകയാണ്. അവിടെയും ഇരിക്കുന്ന മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണ്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടുന്നില്ല? എന്തുകൊണ്ട് പുരുഷന്മാർക്ക് മൊത്തത്തിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയാലോ കോടതിയിൽ പോയാലോ ഒന്നും അവർക്ക് ന്യായമായിട്ടുള്ള നീതി കിട്ടുന്നില്ല എന്നുള്ളതിന് തെളിവുകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പുരുഷാവകാശ കമ്മീഷൻ ഇവിടെ വരണം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം. ഓക്കെ, എന്തായാലും മാങ്കൂട്ടം ഇറങ്ങിയതിൽ ഇവിടെ ഇനി അതുപോലെ തന്നെ അദ്ദേഹം ഇനിയിപ്പോ പാലക്കാട് പോകും. പാലക്കാട് പോയി അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും. അപ്പൊ ഇവിടെ സജീവമായിട്ട് അദ്ദേഹം ഉണ്ടാവും. ഈ പരാതികൾ കൊടുത്ത സ്ത്രീകൾക്കാണ് ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത്, സൈബർ ബുള്ളിംഗ് ആയിട്ട് ഏത് രീതിയിലും. കാര്യം അവരാദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി പരാതിയുമായിട്ട് വരാൻ പോകുന്ന കുറെ ടീമുകൾ ഉണ്ടാവുമല്ലോ, പെൺകുട്ടികൾ. ഈ കേസല്ല, വേറെ പല കേസിലും. അപ്പോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളോട് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്ക് എല്ലാവരും കൂടെ ഉണ്ടാവും. പക്ഷെ അനുഭവിക്കുന്നത് ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുമായിരിക്കും. അത് മറന്നു പോണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സർ, അപ്പൊ ഒരു ചോദ്യം, ഇപ്പൊ യഥാർത്ഥത്തിൽ പീഡനം നേരിടുന്ന പെൺകുട്ടികൾ ഉണ്ടാകും, അപ്പൊ അവര് പരാതിയുമായിട്ട് രംഗത്ത് വരണ്ടെന്നാണോ? അതോ അവിടെയാണ് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇതുപോലുള്ള വ്യാജ പരാതികൾ ഇങ്ങനെ തുടർക്കഥയായിട്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോ ഈ യഥാർത്ഥ പരാതിക്കാരിയെ തിരിച്ചറിയാൻ പറ്റാതെ വരും. മനസ്സിലായില്ല, അവർക്ക് നീതി കിട്ടില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ അപൂർവമായിട്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ബലാത്സംഗ കേസോ അല്ലെങ്കിൽ പീഡന കേസോ നടക്കാം. അങ്ങനെ നടക്കുമ്പോ ആ പെൺകുട്ടി പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് വിശ്വസിക്കും? ഈ കേരള ജനത എങ്ങനെ വിശ്വസിക്കും? പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ വിശ്വസിക്കും? കോടതി എങ്ങനെ വിശ്വസിക്കും? അതാദ്യം മനസ്സിലാക്കണ്ടേ. അപ്പോ യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടില്ല. ഇവിടെ മറ്റേ അതിജീവിത എന്ന് പറയുന്നത് എല്ലാം ഭൂരിഭാഗവും ഈ രതി അതിജീവിതമാരാ. മനസ്സിലായില്ലേ? അവർക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാതെ വരും. ആ പെൺകുട്ടികൾക്ക്, ആ യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടണമെങ്കിൽ ഇതുപോലുള്ള വ്യാജ പരാതികൾ ഇവിടെ അവസാനിപ്പിക്കണം. പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അത് ഒരു പരാതിയുമായിട്ട് വരുന്ന ഒരു തലത്തിലേക്ക് ഇവിടെ വരരുത്. വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മറ്റുള്ള പീഡന കേസുകൾ നമ്മൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള പീഡന കേസ് വരുമ്പോഴും നമ്മൾ വിചാരിക്കാം ഇത് മറ്റതുപോലെ തന്നെ എന്ന് നമ്മൾ കരുതും. നമ്മളും കരുതും, കോടതിയും കരുതും, പോലീസും കരുതും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരാൻ പാടില്ല. യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടണം. ഏതൊരു പെണ്ണും ഒരു പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അവൾ പൊതുവിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം, കോടതിയിൽ പോകണം, നീതി കിട്ടുന്നവരെ പോരാടണം. പക്ഷെ
വ്യാജ പരാതികളുമായിട്ട് വരാതിരിക്കാനും ശ്രമിക്കണം. ഇപ്പോ ഈ ദിലീപിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദിലീപ് ഇത്തരത്തിൽ ഇപ്പോ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണോ രാഹുലിന്റെ സ്ഥിതി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് രണ്ട് കേസാണ്. ദിലീപ് ഒരാളെയും പീഡിപ്പിച്ചിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു പരാതിയൊന്നും നിലവിൽ വന്നിട്ടില്ല. ദിലീപിന്റെ വേട്ടയാടലിന്റെ കാര്യത്തില് എന്തേ വേട്ടയാടപ്പെടുന്നു, രണ്ടുപേരും സമാനമായി വേട്ടയാടപ്പെട്ടു എന്ന രീതിയിലൊക്കെ ഒരു താരതമ്യമൊക്കെ വരുന്നുണ്ട്. ദിലീപിന്റെ വേട്ടയാടൽ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു 8.5 വർഷത്തോളം അദ്ദേഹം വേട്ടയാടിയില്ലേ അദ്ദേഹത്തെ. മുഖ്യധാരാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും അദ്ദേഹം എന്താ പറയാ കൊട്ടേഷൻ കൊടുത്തു എന്ന് വിശ്വസിച്ച് വലിയൊരു വിഭാഗം ചെയ്തില്ലേ. ഇപ്പൊ കോടതി പറഞ്ഞപ്പോഴല്ലേ തെറ്റുപറ്റി എന്ന് മനസ്സിലായത്. കാരണം ഒരാള് ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞാല് ഒരു പെണ്ണിനെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. ഈ അതിജീവിത എന്ന് പറയുന്ന നടിയെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഈ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുമ്പോഴും അത് ദിലീപാണ് എന്ന് ഇപ്പൊ പൾസർ സുനി ഇത് ആദ്യമായിട്ടല്ലല്ലോ ചെയ്യുന്നത്. പൾസർ സുനി വേറെയും നമ്മുടെ മേനകയെ വരെ സുരേഷ് കുമാർ അവരുടെ ഹസ്ബൻഡ് പറഞ്ഞതാണ്, സുരേഷ് കുമാർ പറഞ്ഞതാണ്, മേനകയെയും ഇതുപോലെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പൊ അതാരുടെ കൊട്ടേഷൻ ആയിരുന്നു. ഇതിനു മുന്നേ വേറെയും പെൺകുട്ടികളെ വേറെ ഞാൻ പേര് പറയുന്നില്ല, വേറെയും നടിമാരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതെല്ലാം ദിലീപ് ചെയ്തതാണോ? അതായത് നമ്മൾ നോക്കണ്ടേ. അപ്പൊ ഇതൊന്നും കൊട്ടേഷൻ അല്ല. ഇതിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ട്. 6 പ്രതികളെ ഇന്നിപ്പോ വിധി വരികയാണ്. ഇന്നാണ് ജഡ്ജ്മെന്റ് വരുന്നത്. അവർക്ക് എന്താണ് ശിക്ഷ കൊടുക്കുന്നത്, ജീവപര്യന്തയാണോ അതിൽ കൂടുതലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അതിപ്പോ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ട്, ഒരു മാറ്റവുമില്ല. അവരെ പീഡിപ്പിച്ച 6 പേരെയും ശിക്ഷിക്കാൻ പോവുകയാണ്. ഇന്ന് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെ വരും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോ ഈ 6 പേരെയും വെറുതെ വിട്ടിട്ട് ദിലീപിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ മാത്രമേ ഇവിടെ നീതി ഉറപ്പാകൂ എന്ന് കുറച്ച് ഫെമിനിസ്റ്റുകൾ, അവരെ നമ്മൾ ഫെമിനിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്, ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ, അവരൊക്കെയാണ് ഈ കിടന്ന് നിലവിളിക്കുന്നത്. കാരണം അവരുടെ അജണ്ട നടപ്പിലാക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്, മലയാള സിനിമ അടക്കി ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ദിലീപിന് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. എന്തുകൊണ്ടാണ്? ദിലീപിനെ തകർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം വളരുകയും അതിൽ ഒരുപാട് യുവ നടന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് അവർ ഈ രീതിയിൽ ഒരു വ്യാജ ആരോപണത്തിൽ കൂടി അദ്ദേഹത്തെ തകർത്തു. 8.5 വർഷം അദ്ദേഹത്തിന് എന്തുമാത്രം നഷ്ടം വന്നു എന്ന് ആലോചിക്കണം. അവർക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി. സമൂഹത്തിൽ തേജോവധം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആത്മഹത്യയുടെ വക്കോളം എത്തിച്ചു. അപ്പൊ ഇനിയും അദ്ദേഹത്തെ കോടതി തൂക്കിക്കൊല്ലാൻ വെച്ച് കൊന്നിരുന്നുവെങ്കിൽ ഇവർക്കെല്ലാം സമാധാനമായാണ്. ഈ അനുഭവിച്ചതൊന്നും അദ്ദേഹം പോരാന്നാ പറയുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയല്ല. അദ്ദേഹത്തിന് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ ഇപ്പോ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇനി ഏത് മേൽക്കോടതി പോയാലും ഒരിക്കലും അദ്ദേഹത്തെ ശിക്ഷിക്കുവാനുള്ള തെളിവുകളില്ല. കോടതിക്ക് തെളിവുകളാണല്ലോ ആവശ്യം. അതിവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സത്യം.